കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ കമ്പനി 10,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ പറഞ്ഞ മീനിങ്ങിനെ കുറിച്ച് അദ്ദേഹം ബോധവാനാണോ എന്ന് ഞങ്ങൾക്ക് കൗതുകം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ മുട്ടി നിൽക്കുന്നു കേരളത്തിൽ, ഞങ്ങൾ അവർക്ക് ലാൻഡ് കൊടുക്കാൻ പോവുകയാണ്, അവർ നിക്ഷേപിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായിരിക്കും പറയുക, ഞങ്ങൾ ടാറ്റയ്ക്ക് ലാൻഡ് കൊടുക്കാൻ തയ്യാറായിരുന്നു, ടാറ്റ വേണ്ടെന്ന് പറഞ്ഞു, കഴിഞ്ഞു എന്നായിരിക്കും വിശദീകരിക്കാൻ പോവുക. എന്തായാലും ഒരു കാര്യമുള്ളത്, ഞാനിപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞല്ലോ അജിംസ്, ഇതിൻ്റെ പ്രശ്നം എന്താണ്? നുണ പറഞ്ഞു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കേരളത്തിൽ 10,000 കോടി നിക്ഷേപിക്കാൻ ഇന്ത്യയിലെ പ്രമുഖ ഗ്രൂപ്പ് സന്നദ്ധമായി വന്നുവെന്നും അതിൻ്റെ ഒഫീഷ്യൽ ടോക്സ് നടക്കുകയാണ് എന്നും ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുക്കാൻ പോവുകയാണെന്നുള്ള നുണ, അത് വലിയ നുണയല്ലേ? എന്താ സംബന്ധിച്ചാൽ ടാറ്റയുമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടും നടത്തിയിട്ടില്ല, ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. പറയുന്ന ആരാണ്? ടാറ്റയാണ്. അദ്ദേഹം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണോ അദ്ദേഹം പറയുന്നതെന്നുള്ള വലിയ കൗതുകം ഞങ്ങൾക്ക് തോന്നി എന്നാണ് ടാറ്റയുടെ ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ കമ്പനി 10,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ പറഞ്ഞ മീനിങ്ങിനെ കുറിച്ച് അദ്ദേഹം ബോധവാനാണോ എന്ന് ഞങ്ങൾക്ക് കൗതുകം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണ്? അവർക്ക് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ നുണ പറഞ്ഞത്? അപ്പോൾ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം, ഞങ്ങളൊരു സ്വപ്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോർട്ട് സിറ്റി. ആ സ്വപ്ന പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വൻകിട കമ്പനികൾ അതിൽ അട്രാക്റ്റഡായി വന്നിരിക്കുന്നു. ഇപ്പോഴാണ് കേരളത്തിന് ഒരു ബിസിനസ് ഫ്രണ്ട്ലി ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴാണ് ഒരു പുതിയ ആശയമുള്ള സർക്കാർ വന്നിരിക്കുന്നത്. ആ സർക്കാരിനോട് സഹകരിക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ, ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അദ്ദേഹം വ്യാജം പറയുകയാണ്. അപ്പോൾ ആ വ്യാജം പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയണം. ഇങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുടെ എല്ലാം ഉള്ളടക്കമെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റണം.